ഭർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങള്. വടക്കേ അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്, ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റില്ലേ? Good evening. Yeah, good evening to you. താങ്ക് യു വെരി മച്ച്. ഈ ആഴ്ച നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതോട് ബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ്. ഇന്ന് ജൂൺ 2025 ജൂൺ 26 ഇന്നല്ലേ? അതെ. കഴിഞ്ഞ ഞായറാഴ്ച 22-നായിരുന്നു അമേരിക്ക ഇറാന്റെ 3 ആണവ കേന്ദ്രത്തില് ബോംബിട്ടത്. അത് 14 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടു. ഒരു ബോംബിന് 30,000 പൗണ്ട് ഉള്ളതാണ്. 15 കൊല്ലമായിട്ട് അമേരിക്ക ഇത് അവിടെ ഇടാൻ വേണ്ടി ഇത് പ്രത്യേകം നിർമ്മിച്ച ബോംബാണെന്നാണ് അവിടെ ഇന്ന് രാവിലെ സർവ്വസൈന്യാധിപന് അവിടെ പ്രസ്താവിച്ചത്. ഇന്ന് രാവിലെ പത്രസമ്മേളനത്തില്. അത് ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞാല് ഇത് പർവ്വതത്തിന്റെ അടിയില് 10,000 അടി താഴ്ചയിലാണ് അവരുടെ അണുവ കാര്യങ്ങളെല്ലാം അവര് തയ്യാറെടുത്തിരുന്നത്. അതെല്ലാം പാറയും സ്റ്റീലിനെയും എല്ലാം തുളച്ചു കയറി പോകുന്ന പ്രത്യേക ബോംബുകളാണ്. അത് നിങ്ങൾ TV നോക്കിയാൽ അറിയാം. വളരെ വലിയ നാശനഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇറാന് ഒരു അണുബോംബ് ഉണ്ടാക്കിയാൽ അവര് ഇസ്രായേലിനെതിരായിട്ട് പ്രയോഗിക്കും, പിന്നെ അമേരിക്കയ്ക്ക് എതിരായിട്ടും പ്രയോഗിക്കും. അത് തീർച്ചയാണ്. അതുകൊണ്ടാണ് അതിനെതിരായിട്ട് യുദ്ധം ചെയ്തത്. ഇപ്പോഴ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഭയങ്കര സെൻസേഷണൽ പ്രസംഗങ്ങൾ പ്രവചന പണ്ഡിതന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എസെക്കിയേൽ 38 നടക്കുകയാണ്, അർമഗദോൻ യുദ്ധം തുടങ്ങുകയാണ്. ഒന്നുമല്ല. അർമഗദോൻ ഇപ്പൊ ഇറാന് പരിപൂർണമായിട്ട് കഴിഞ്ഞ ഇസ്രായേല് 12 ദിവസമായിട്ട് അവിടെ യുദ്ധം ചെയ്ത് അവിടുത്തെ പ്രധാന ആൾക്കാരെ, സൈനികന്മാരെ എല്ലാം വധിച്ചു. അവിടെ മിസൈലുകളും ആയുധങ്ങളും എല്ലാം നശിപ്പിച്ച് ഇനി ഇറാന് ശരിക്കും ശക്തി പ്രാപിക്കാൻ അനേക വർഷങ്ങൾ ഏറ്റെടുക്കും വരും. എസെക്കിയേൽ 38 കാണുന്നത് ഇറാനും മറ്റേ മുസ്ലിം സഖ്യകക്ഷികളും കൂടെ ചേർന്ന് വരുന്ന ഇസ്രായേലിനെതിരായിട്ട് വരുന്ന യുദ്ധമാണ്. ഇപ്പോഴതിന് ഇറാന് യാതൊരു വിധത്തിലും അതിനുള്ള കഴിവില്ല. അതുകൊണ്ട് 38 എസെക്കിയേൽ 38 ആണെന്നും പറഞ്ഞ് യൂട്യൂബിലൊക്കെ നിങ്ങൾ കേട്ടാൽ ഇപ്പൊ അത് ഭയക്കേണ്ട കാര്യമില്ല, സമയമെടുക്കും. അത് ഇതിന്റെ തുടക്കമാണ്, ഈറ്റുനോവിന്റെ തുടക്കമാണ്. ഇതെല്ലാം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അതുപോലെ സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതകാലത്തിൽ, നമ്മുടെ മക്കളുടെ കാലത്ത്, കൊച്ചുമക്കളുടെ കാലത്ത് ഇത് തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ പല കാര്യങ്ങളും പ്രവചനത്തിൽ ഇനി നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. അത് പൂർത്തിയാകുന്നത് വരെയും കർത്താവ് യേശു ഉണ്ടാകാതെ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ, പ്രാർത്ഥനയോടും കൂടെ, ഭയഭക്തിയോടെ നമ്മുടെ ജീവിതം കഴിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ എന്റെ ഓർമ്മ ചെയ്യാനുള്ള 5 വാക്യം വരെയാണ് ചർച്ച ചെയ്തത്. ഇന്ന് അതുകൊണ്ട് 14-ന്റെ 1 മുതൽ 13 വരെ ആദ്യം ഒന്ന് വായിക്കുക. പിന്നെ ബാക്കിയുള്ളത് സമയം അനുവദിച്ച് പിന്നെ വായിച്ചിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. 14-ന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്ന കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈനിയന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടി മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീനെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു.
രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി. തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിയിൽ അതിന്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവർ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധന്മാർക്ക് കുഞ്ഞാതിനു മുൻപാകെ അഗ്നികണ്ഡങ്ങളിൽ ദണ്ഡന അനുഭവിക്കും. അത് മതിയോ, അതോ ഒന്നുകൂടി ഉണ്ടോ? 13 പേരെ അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്ക് അതിന്റെ പേരിന്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഈ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൺക്ലൂഡ് ചെയ്തത് ഈ 144,000 കുഞ്ഞാടിനെ അനുഗമിക്കുന്നുവെന്നും അവർ കന്യകമാരാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. വിവാഹവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പല ഇന്റർപ്രിട്ടേഷൻസ് പല കമന്ററികളിൽ കാണാം. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസ്താവിച്ചത് അത് തന്നെ വീണ്ടും അത് ഘടിപ്പിക്കുവാനായിട്ട് ഞാൻ പറയുന്നത്. 2 Corinthians 11:2 കാണുന്നത് പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. ഈ വാക്യങ്ങൾ ഒരിക്കലും കൊരിന്തിലെ വിശ്വാസികൾ അവിവാഹിതരായിരുന്നു എന്ന അർത്ഥത്തിലല്ല. പകരം പൗലോസ് ഓർപ്പിക്കുന്നത് കൊരിന്തി വിശ്വാസികൾ നിർമ്മല കന്യകമാരെ പോലെ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരാണെന്നാണ്. ആയതുപോലെ ഈ ഭൂമിയിലെ സകല ദുഷ്ടതയും വഞ്ചനയും വിട്ടൊഴിഞ്ഞ് നിർമ്മല ജീവിതം നയിക്കുന്ന കന്യകമാരാണ് 144,000 പേർ. അവർ കർത്താവിന് നിർമ്മല കന്യകമാർ ആകുന്നു. അവർ ദൈവത്തിനായി തങ്ങളെ തന്നെ നിർമ്മലതയോടെ സമർപ്പിച്ചവരാണ്. പരിപൂർണ സമർപ്പണം ചെയ്ത ആൾക്കാരാണ്. ഈ വാക്യങ്ങൾ ഭൂമിയിലേക്കുള്ള ഈ 6 മുതൽ 5 വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. 6 മുതൽ നോക്കിയാൽ ഈ വാക്യങ്ങൾ ഭൂമിയിലുള്ള വിവിധ ദൂതുകളും മുന്നറിയിപ്പുകളുമായി ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മളിവിടെ വായിച്ചത്. ആദ്യത്തെ ദൂതൻ ഒരു പ്രഭാഷകനാകുന്നു. ആ ദൂതൻ ആകാശത്ത് തന്നെ പ്രസംഗപീഠമാക്കുകയും ആ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആകാശമാണ് ആ ദൂതന്റെ പ്ലാറ്റ്ഫോം. അവന്റെ ശബ്ദം ഭൂമിയുടെ അറ്റത്തോളം മുഴുകുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ആ ദൂതൻ ആകാശത്ത് നിന്ന് ദൂത് പ്രഘോഷിക്കുമ്പോൾ അത് 5 വൻകരയിലുള്ള ആൾക്കാർ മുഴുവൻ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് പോലെ തന്നെ വ്യക്തമായിട്ട് അവർ ആ സുവിശേഷം കേൾക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സൂപ്പർ നാച്ചുറൽ ആയിട്ടായിരിക്കും ആ കാര്യങ്ങൾ നടക്കുന്നത്. അവൻ ദൈവത്തിന്റെ മഹാന്യായവിധിയെ പ്രസ്താവിക്കുന്നതിനോടൊപ്പം സകല മനുഷ്യരും ഭയബഹുമാനത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. മാനുഷിക നാവുകൾ നിശബ്ദമാകുമ്പോൾ ദൈവം തന്റെ സാക്ഷികളെ എഴുന്നേൽപ്പിക്കുന്നു. ഇവിടെ എന്താ കാണുന്നത്? അവിടെ മഹാപീഠന സമയത്ത് എല്ലാ വിശ്വാസികളെ വളരെ വധിച്ചിട്ട് അത് സുവിശേഷം പറയാൻ ആൾക്കാർ കുറയും. അപ്പൊ നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ എല്ലാത്തിനും നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. യെരുശലേമിലേക്ക് ജയാളിയായി കർത്താവ് കഴുതപ്പുറത്ത് കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ ഓർമ്മ കാണുമല്ലോ. അവിടെ കൂടിയിരുന്ന പരീശന്മാരും ശാസ്ത്രികളും അവനെ സ്തുതിക്കുന്നത് വിലക്കിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. അതുപോലെ തന്നെ അന്ത്യകാലത്ത് ദൈവത്തിന്റെ ദാസന്മാർ രക്തത്തിൽ മുങ്ങിക്കുളിക്കുന്നത് ആകാശ മണ്ഡലങ്ങളിൽ നിന്നും ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ ആരാണ്ടയുടെ പിന്നെ ടെലിഫോൺ മ്യൂട്ടല്ല കാണിക്കുന്ന കുഞ്ഞമ്മ എന്നാ കാണിക്കുന്നത്, ശബ്ദം കേൾക്കുന്നുണ്ട്. ആകാശ മണ്ഡലങ്ങളിൽ നിന്നും ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ കർത്താവിന്റെ ദൂതൻ നിത്യമായ ദൈവപുത്രന്റെ സുവിശേഷം പ്രസ്താവിക്കും. അവിടെ നിത്യസുവിശേഷം എന്ന് പറഞ്ഞു. അവിടെ ഒരു ദൈവത്തിന്റെ കൃപയാണ് കാണുന്നത്. എല്ലാ കാലങ്ങളിലും എല്ലാ യുഗങ്ങളും ദൈവം മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം എല്ലാവർക്കും കൊടുക്കും. ദൂതനെ കൊണ്ട് അവിടെ
അവിടെ പ്രസംഗിക്കുകയാണ്. ദൈവവചന പ്രഘോഷണത്തെ പീഡനങ്ങൾക്കോ രക്തസാക്ഷി മരണത്തിനോ ഒന്നിനും തടസ്സപ്പെടുത്താനാവില്ല. അപ്പോൾ സാത്താൻ വിചാരിക്കും, ചിലർ വിചാരിക്കും സുവിശേഷത്തെ കുറച്ച് ക്രിസ്ത്യാനികളെ സുവിശേഷന്മാരെ ജയിലിലിട്ടാല് സുവിശേഷം പ്രേരിക്കുകയില്ല എന്ന ധാരണയിലായിരിക്കും. എന്നാൽ വചനത്തിൽ കാണും ഒരിക്കലും അങ്ങനെ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കാണുമ്പോഴും അവരുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും മറ്റുള്ളവർക്ക് ജീവൻ നൽകത്തക്ക ആ രീതിയിലുള്ള ആ ദൈവവചനം അതുപോലുള്ള ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 2 തിമോഥെയോസ് 2:9 പറയുന്നത് ദൈവവചനത്തിനോ ബന്ധനമില്ല. The word of God is not restrained, bound. ബന്ധനമില്ല എന്നുള്ളതാണ് കാണുന്നത്. ആകാശമധ്യേ മറ്റൊരു ദൂതൻ, ഇവിടെ വായിച്ചപ്പോൾ മറ്റൊരു ദൂതൻ ദൈവത്തിന്റെ നിത്യശേഷം ഭൂമിയിൽ പറക്കുന്ന എല്ലാവരും പറന്നുകൊണ്ട് അവിടെ പ്രസ്താവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 2ാമത്തെ ദൂതൻ ബാബേലിന്റെ പതനത്തെ പ്രസ്താവിക്കുന്നു. അവിടെ 8ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്. നിങ്ങളുടെ വേദോത്സവം മുന്നിൽ കാണും. 8ാമത്തെ വാക്യത്തിലാണ് 2ാമത്തെ ദൂതൻ ബാബേലിന്റെ മഹതിയാം ബാബിലോണിന്റെ പതനത്തെയാണ്. അവിടെ മൃഗത്തെയും അതിന്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്ക് ഉണ്ടാകുന്ന വലിയ പീഡനം 3ാമത്തെ ദൂതൻ പ്രസ്താവിക്കുകയാണ്. ബാക്കി 9. 14-ന്റെ 12 മുതൽ 13 വാക്യത്തിൽ ഇവിടെ ഇപ്പം വായിച്ചു നിർത്തിയത് കർത്താവിൽ മരിക്കുന്ന വിശുദ്ധന്മാരുടെ അവസ്ഥ. സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ പ്രഖ്യാപനമാണിത്. കർത്താവിൽ മരിക്കുന്ന മൃഗന്മാർ ഭാഗ്യവാന്മാരാണ്. അപ്പം നമ്മൾ ഈ മരണശുശ്രൂഷകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ വാക്യങ്ങൾ കോട്ട് ചെയ്യാറുണ്ട്. കുഴപ്പമില്ല, അത് വേദോസ്തല വാക്യത്തിന് എല്ലാ കാലത്തിലും അന്വർത്ഥമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആപ്ലിക്കബിൾ ഡ്യുവൽ ആപ്ലിക്കേഷൻ എന്ന് പറയും. എന്നാൽ ഇത് ഇവിടെ പ്രത്യേകം ദൈവത്തിൽ മരിക്കുന്ന എല്ലാ വിശ്വാസിയും ഭാഗ്യവാന്മാരാണ്. എന്നാല് ഈ മഹാവിടന കാലത്ത് മരിക്കുന്ന പ്രത്യേക രീതിയിൽ മരിക്കുന്നവര് പ്രത്യേക രീതിയിൽ ഭാഗ്യവാന്മാരാണ്. അതാണ് അവിടെ കാണുന്നത്. മഹോദര കാലത്ത് ഉണ്ടാകുന്ന വലിയ പീഡനങ്ങളാലും പരിശ്രമങ്ങളാലും മരിക്കുന്നവരെ കുറിച്ചാണ് ഈ വചനങ്ങൾ. എന്നാൽ ഈ ആശ്വാസ വചനങ്ങളുടെ ഉറപ്പ് എല്ലാ യുഗങ്ങളിലെയും വിശുദ്ധന്മാരുള്ള ബന്ധത്തിലും അന്വർത്ഥമാണ്. മരണം ഈ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്? ഏറ്റവും വലിയ ഭയക്കുന്നത് മരണമാണ്. അവസാനത്തെ ശത്രു ആരാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, വേദോസ്തയിൽ കാണുന്നത്? മരണം. അപ്പൊ ഈ മരണം മനുഷ്യന് ശത്രുവും ഭീതിയും രാജാവുമാണെന്ന് ദൈവം പ്രസ്താവിക്കുന്നു. മരണം നാം ക്ഷണിക്കാതെ അതിക്രമിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. ദൈവിക നന്മയിലും അനുഗ്രഹങ്ങളിലും ഒരിക്കലും ഇല്ലാത്ത ഒരു യഥാർത്ഥമാണ് ഈ മരണം. മരണം ദൈവ സൃഷ്ടിയെ നശിപ്പിക്കുകയും വിയോഗശൂന്യമാക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ഹൃദയാഭിലാഷങ്ങളും അവന്റെ സ്വപ്നങ്ങളും സ്നേഹബന്ധങ്ങളും രഹസ്യങ്ങളും എല്ലാം അതിക്രൂരനായ മരണത്താൽ നശിപ്പിക്കപ്പെടുന്നു. എന്നാൽ ദൈവം ക്രിസ്തുവിൽ കൂടി മരണത്തിന്റെ വിഷമുള്ള എടുത്തു മാറ്റി. ഈ മരണത്തെക്കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവമുള്ളതാണ്. ഈ നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാകും. ചിലപ്പോൾ ഈ 5-8 മക്കളും ഭാര്യയുമുള്ള അവിടെ ആ കുടുംബത്തെ പോറ്റുന്ന പിതാവ് ഇരിക്കുന്ന ഇരിപ്പിൽ അപകടം മൂലമോ രോഗം മൂലമോ മരിച്ചു പോകുമ്പോൾ അവിടെ അവരെല്ലാവരും അനാഥരായി തീരുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഭാര്യയോ ഭർത്താവോ മരിക്കുന്നു, ഒരുമിച്ച് മരിക്കുന്നു, മാതാപിതാക്കൾ മരിക്കും. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു നമ്മൾ പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു നിസ്സഹായതയാണ് ആ സമയത്ത് നിൽക്കുമ്പോൾ കാണുന്നത്. നമുക്ക് എന്നാലേ കാർമേഘത്തിലുള്ള ഈ മുന്നിൽ സൂര്യശോഭ കാണുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ആശ്വസിക്കാനുള്ളത് ഈ കർത്താവായ യേശുക്രിസ്തു മരണത്തിന്മേൽ വിജയം പ്രാപിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആശ്വാസം. നമ്മളെ എല്ലാവരുടെയും ജീവിതത്തില് നമ്മുടെ ഹൃദയത്തെ ഭേദിക്കുന്ന കാര്യം നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന സംഗതിയാണ്. എന്നാൽ അതിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ചതുകൊണ്ട് നിത്യമായ ജീവൻ അവർ വിശ്വസിക്കുന്നവന് നൽകും. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളത്. ഈ 14 മുതൽ ഇപ്പം 13 വരെയാണ് വായിച്ചത്. 14 മുതൽ 20 വാക്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേലിരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത്തു നടന്നു.
മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു. മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ദൈവകോപത്തിൻ്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. ഇവിടെ യഹൂദന്മാരുടെ വാർഷികോത്സവമായ കൂടാരപ്പെരുന്നാളിന് ശേഷമാണ് പഴയ നിയമകാലത്ത് കൊയ്ത്ത് മുളവെടുപ്പ് നടന്നിരുന്നത്. ആ പഴയ നിയമം വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെയും അതുപോലെ തന്നെയാണ്. ദൈവമക്കൾ വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന സുവർണയുഗമാണ് ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച. മലയാളത്തിൽ മാവേലി യുഗം എന്ന് പറയും. 1000 ആണ്ട് വാഴ്ചയാണ് എല്ലാ വിശ്വാസികളും നിന്റെ രാജ്യം വരണമെന്നുള്ള പ്രാർത്ഥന അവിടെ നിറവേറുകയാണ്. ആ നാളുകൾ സമീപമായിരിക്കുന്നു. അതിനു മുമ്പ് പഴുത്ത് വിളഞ്ഞ് വിളവെടുപ്പിന് പാകമായ വിളകൾ കൊയ്യേണ്ടതായിട്ടുണ്ട്. വിളവെടുപ്പിനെ കുറിക്കുന്ന ഒന്നാമത്തെ ദർശനത്തിലെ പദപ്രയോഗം ഗോതമ്പ് വിളവെടുക്കുന്നതോട് ബന്ധപ്പെട്ടതാണ്. ഈ വിളവെടുപ്പിൽ ഗോതമ്പ് പതിൽ നിന്നും മാറ്റുന്നത് യേശു തന്റെ ഉപമയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതുപോലെ മനുഷ്യപുത്രന്റെ മേൽനോട്ടത്തിൽ ആണ് ഈ വിളവെടുപ്പ് നടക്കുന്നത്. ഇതിനോട് ബന്ധിച്ച് മത്തായി ശേഷം 13:36 മുതൽ 41 വരെ വായിച്ചാല്, എന്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് വായിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യങ്ങള് തീർച്ചയായിട്ടും രൂഢമൂലമായിട്ടുണ്ട്, അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മത്തായി 13:36 മുതൽ 41 വരെ എങ്ങനെയാണ് ഈ പതിരും അതിരും നമ്മൾ വേർതിരിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ കാണുന്നത്. വായിക്കണം അത്. വായിക്കാം, തീർച്ചയായിട്ടും. മത്തായി 13:36 മുതൽ 43 വരെ. മത്തായി 13:36 മുതൽ. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്ന് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു. വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കള കൂട്ടിൽ തീയിൽ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അത് പോയല്ലോ. ഇല്ല, ഞാൻ വായിച്ച അപ്പോൾ ഇച്ചിരി മുന്നോട്ട്. അത് വായിക്കണോ? ഞാൻ വേണേ വായിച്ചേക്കാം. വായിച്ചു. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. താങ്ക് യു വെരി മച്ച്. രണ്ടുപേർക്കും താങ്ക്സ്. ഈ ഉപമ ഒന്നാമത്തെ ദർശനത്തെ വിശദമാക്കുന്നു. യേശു ഇവിടെ വേർതിരിക്കൽ തന്നെത്താൻ ചെയ്യുകയല്ല, അതിന് പകരം താൻ ശ്രദ്ധയോടെ ഗോതമ്പ് അതിന്റെ കളയിൽ നിന്നും വേർതിരിക്കുന്നത് വീക്ഷിക്കുകയാണ്. അതിനാൽ ഒരു വിശ്വാസി പോലും, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഗോതമ്പ് അതിന് സമമായിട്ടാണ് ഒരു വിശ്വാസി അവിടെ പറയുന്നത്. ഒരു അവിശ്വാസിയോട്, അല്ലെങ്കിൽ അവിശ്വാസി എന്ന് പറഞ്ഞാൽ കള, നമ്മൾ ഗോതമ്പ്, അവിശ്വാസി കള കൂടെ ഒരുമിച്ചല്ല വിധിക്കപ്പെടുന്നത്, സെപ്പറേറ്റ് ചെയ്യും, വേർതിരിക്കപ്പെടും രണ്ടായിട്ട്. മഹോത്തരകാലത്തിന്റെ അവസാനത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ വരവിന്റെ മുന്നോടിയായി ആ ദൂതന്മാർ ഈ വേർതിരിക്കൽ നടത്തും. അതാണ് ഇപ്പോൾ വായിച്ചത്. ഇതേ സത്യം തന്നെ രാജ്യത്തിന്റെ മർമ്മത്തെ കുറിക്കുന്ന മറ്റു രൂപയിലും വ്യക്തമായിട്ടുണ്ട്. അതും വായിച്ചിട്ടുള്ളതാണ്, നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ള. ഒന്നുകൂടെ ഇതിനുള്ള ബന്ധത്തില് അതുകൂടെ വായിക്കുക. മത്തായി 13:47 മുതൽ 50 വരെ 3 വാക്യങ്ങളുള്ളൂ, അധികം വാക്യങ്ങളില്ല. 47 മുതൽ 50 വരെ. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും
എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നതുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചു. അത്ര മതിയോ? മതി, കുഴപ്പമില്ല. ഇപ്പൊ അവസാനത്തെ ഇത് നമ്മളിത് വായിച്ച് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അവസാനം ഈ മഹോദ്രവകാലത്തിന്റെ അവസാന സമയത്ത് ദൂതന്മാർ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും അധർമ്മികളെ പിടിച്ച് നിത്യനരകത്തിലേക്ക് ഇടുന്നതാണ് നമ്മൾ വായിച്ച് നേരത്തെ പഠിച്ചിട്ടുള്ളത്. മനോഹര ധാന്യമായ ഗോതമ്പ് ദൈവജനത്തിൽ ദൈവമക്കളുടെ പ്രാധാന്യത്തെ കാണിക്കുന്നതിന്റെ ഉപാനമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോതമ്പ് വിളയുന്ന അവസരത്തിൽ അതിന്റെ കതിർ ഭൂമിയിലേക്ക് കുമ്പിട്ട് നിൽക്കുന്നു. എന്നാൽ പതിരാകട്ടെ വിളയുന്ന അവസരത്തിൽ മുകളിലേക്ക് നിവർന്നു നിൽക്കുന്നു. ദൈവമക്കൾ ദൈവകൃപയിലും ദൈവിക പരിജ്ഞാനത്തിലും വളരുമ്പോൾ അവർ ദൈവിക നന്മയും അനുഗ്രഹവും പ്രാപിക്കുമ്പോൾ ഗോതമ്പ് ചെടി പോലെ ഭൂമിയിലേക്ക് താണു നിൽക്കുന്നു. ഒരു ക്രിസ്ത്യാനി തന്റെ കഴിവിലും നന്മയിലും സ്വയത്തിലും പുകഴുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കേവലം പദം മാത്രമാണ്. ഇന്ന് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ തന്നെ വളരെ വലിയ വീമ്പടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്കതറിയാം, ഇതറിയാം, അതുണ്ട്, ഇതുണ്ട്. അതെല്ലാം ദൈവം നോക്കുമ്പോൾ അത് പതിര് മാത്രമാണ്. തന്നെത്താൻ താഴ്ത്തുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ അതീവ താല്പര്യം കാണിക്കുകയും അവിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി തീർച്ചയായും സ്വർഗത്തിൽ കളപ്പുരയിൽ ശേഖരിക്കപ്പെടുന്ന ഗോതമ്പാണ്. കൃപയിലും ദൈവിക ജ്ഞാനത്തിലും അധികം വളരുമ്പോൾ നാം അവന്റെ കൃപാസന്നിധിയിൽ അധികം വിനയരായി മാറും. അങ്ങനെ ആ കൃപയിൽ വളരുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്ച ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്നത്. ഗോതമ്പിനെ കുറിച്ചുള്ള മറ്റൊരു കാര്യം, ഗോതമ്പ് വളർന്ന് വിളവെടുപ്പിനായി തയ്യാറാകുമ്പോൾ അത് മുകളിലേക്ക് വളരുകയും നിലത്തേക്ക് വീണ് ചാകുകയും ചെയ്യുന്നു. അതുപോലെ നാമും ദൈവമക്കളും ദൈവത്തിലേക്കും സ്വർഗത്തിലേക്കും വളരുകയും നമ്മുടെ പരദേശ യാത്രയുടെ അവസാന നാളുകളിൽ എത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ അധികമായി ദൈവിക കാര്യങ്ങൾ വിശ്രമിക്കുകയും സ്വർഗ കവാടത്തിലേക്ക് അടുക്കുമ്പോൾ ഈ ലോകത്തിന്റെ വസ്തുവകൾ പൗലോസ് പറഞ്ഞതുപോലെ ഇത് ചപ്പെന്ന്, റബിഷ് എന്നാണ് അവിടെ പറയുന്നത്, ചവറെന്ന് പൗലോസ് എണ്ണി. അതുപോലെ ആയിരിക്കണം നമ്മുടെ അനുഭവം. നമ്മുടെ വയസ്സ്, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലുള്ളവര് 50, 60, 70 വയസ്സുകൾ 80 വരെ ഉള്ളവര് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആയുസ് വളരെ ചുരുക്കമാണ്. ഇതെല്ലാം ചവറെന്ന് എണ്ണി നമ്മുടെ ജീവിതം ഭയഭക്തിയോടെ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ 14ന്റെ 18ഉം 20ഉം വാക്യങ്ങള് ഒന്നുകൂടെ വായിച്ച് 18ഉം 20ഉം വാക്യം ഒന്നുകൂടെ വായിച്ച് ഓർമ്മയ്ക്കായിട്ട്. 14-18 തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തെങ്കിൽ നിന്ന് പുറപ്പെട്ടു മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട് ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കാൻ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. താങ്ക് യു വെരി മച്ച്. ഒരു വലിയ കൂട്ടക്കൊലയുടെ ദൃശ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ദർശനം ദൈവവചനത്തിലുടനീളം പ്രവചിച്ചിട്ടുള്ള സുനിശ്ചിതവും ഭീകരവുമായ ഒരു സംഹാരത്തെയാണ് ഈ ദൃശ്യം ചൂണ്ടിക്കാണിക്കുന്നത്. അഗ്നിയുടെ മേൽ അധികാരമുള്ള ഒരു ദൂതൻ യാഗപീഠത്തിൽ നിന്നും കയറി വരുന്നതായി കാണുന്നു. എവിടെ നിന്നാണ് ഈ അഗ്നിദൂതൻ കടന്നു വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നേരത്തെ വായിച്ചുള്ളതാണ്. ഇപ്പം വായിക്കാൻ വെളിപാട് 6:9 മുതൽ 11 വരെ നമ്മൾ 6-ാം അധ്യായം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അതുമായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. പെട്ടെന്നൊന്ന് വായിക്കാമെങ്കിൽ സമയം പോകുന്നതുകൊണ്ട് 6:9 മുതൽ 11 വരെ. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ
ആകാശത്തിൻ കീഴെ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്നവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയങ്കി കൊടുത്തു. അത് മതി. താങ്ക് യു. ഇതേ യാഗപീഠത്തില് അപ്പോൾ ഇവിടെ ഇതേ യാഗപീഠത്തിൽ നിന്നുമാണ് തിളയ്ക്കുന്ന ക്രോധത്തോടും ശോകത്തോടും കൂടെ അഗ്നിദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഈ വാക്യമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന അധാർമികതയും അരാജകത്വവും അനീതിയുമാണ് ഈ ദൂതൻ പ്രത്യക്ഷപ്പെടാനുള്ള മുഖ്യ കാരണം. ഈ ഇന്ന് നടക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങളാണ് ദൈവകോപത്തിന് ഇടയാക്കിയിരുന്നത്. ദൈവത്തോട് നിലവിളിക്കുന്ന ഹാബേലിൻ രക്തത്തിന്റെയും സോദോം ഗോമോറയിൽ നിന്നും സ്വർഗത്തോളം ഉയർന്ന അതിക്രമത്തിന്റെയും നിലവിളിയുടെയും ഇവിടെ വെളിപാടിൽ പറഞ്ഞിട്ടുള്ള മഹദിയാം ബാബിലോണിന്റെ നിലവിളിയും മറ്റും മറുപടിയായിട്ടാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. പ്രതികാരത്തിന്റെ അടയാളമാണ് ഇവിടെ കാണുന്നത്. ഈ അഗ്നിദൂതൻ വളരെ ക്രോധത്തോടെ വിളിച്ചറിയിക്കുന്നത്, ഭൂമിയിലെ മുന്തിരിക്കൊല പഴുത്തിരിക്കുന്നതിനാൽ നിന്റെ വാളെടുത്ത് മുന്തിരിക്കൊല അറുത്ത് കളക. ഭൂമിയിൽ ദുഷ്ടത നടത്തുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന അവസാന നാളുകളെ കുറിച്ചാണ് ഈ ദർശനം വിവരിക്കുന്നത്. ദുഷ്ടതയുടെ അവസാന നാളുകൾ സമീപിച്ചു. ഇപ്പൊ നമ്മൾ ഈ ദുഷ്ടത എന്നും ആദാം മുതലുണ്ടായിരുന്നു. പക്ഷെ ഈ കാലങ്ങളിലൊന്നും നമ്മൾ ചരിത്രം വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും ഈ വിക്കറ്റ്നെസ് അതിന്റെ ഒരു ഉച്ച നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവ വിശ്വാസികളിൽ തന്നെ എത്രയോ അസൂയയും പിന്നെ ഗോസിപ്പും പല കാര്യങ്ങളും വ്യാജങ്ങൾ പറയുന്നതും എല്ലാം വിശ്വാസത്തിൽ തന്നെ ഞാൻ കാണുമ്പോൾ അന്ത്യകാലത്തിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ ഇപ്പോൾ നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അത് കൂടുതലായിട്ടാണ് ഇപ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂതൻ തന്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിലെ സകല മുന്തിരിക്കുലകളെയും അറുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയിലെ മുന്തിരിക്കുലയ്ക്ക് സ്വർഗത്തിലെ മുന്തിരിക്കുലയുമായിട്ടുള്ള വ്യത്യാസം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിലെ മുന്തിരിക്കുലയും ഭൂമിയിലെ മുന്തിരിക്കുലയും നമ്മൾ വ്യത്യാസമുണ്ട്. സ്വർഗീയ മുന്തിരിക്കുല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നാം മുന്തിരിവള്ളിയും ശാഖകളുമാകുന്നു. ഭൂമിയിലെ മുന്തിരിക്കുല അവഗണനയുടെയും അവിശ്വാസത്തിന്റെയും ദൈവദൂഷണത്തിന്റെയും മാനസാന്തരമില്ലായ്മയുടെയും വീഞ്ഞാണ്. ഏറ്റവും അധർമ്മം ഇപ്പോൾ നടക്കുന്ന ഈ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാല് ഹോമോസെക്ഷുവാലിറ്റി, ട്രാൻസ്ജെൻഡർ, വോക്ക്, സോഷ്യലിസം, കമ്മ്യൂണിസം ഇതെല്ലാം അഴിഞ്ഞാടുകയാണ് അമേരിക്കയിലും ലോകം മുഴുവൻ തന്നെ. ഈ മാനസാന്തരമില്ലായ്മയുടെ വീഞ്ഞാണിത്. ദൈവക്രോധത്തിന്റെ നാള് നടക്കുന്ന മഹായുദ്ധത്തിൽ ഏകദേശം 200 മൈൽ, ഇപ്പൊ അവസാനത്തെ വാക്യം അതാണല്ലോ, 200 മൈല് 200 മൈൽ ദൂരത്തോളം രക്തപ്പുഴ ഒഴുകും. അവിടെ ആ അർമ്മഗദോൻ യുദ്ധത്തിൽ അവസാനം വരുന്ന ഞാന് ഭാവിയിൽ ദൈവാനുഷ്ഠിച്ച വരുമ്പം അവിടെ വരും അന്തിക്രിസ്തുവിന്റെ ചൈനയുടെയും ഈസ്റ്റ് ഈ 200 മില്യൺ ആർമിയും അന്തിക്രിസ്തുവിന്റെ കീഴിൽ 300 മില്യൺ ആൾക്കാരുടെ അർമ്മഗദോനിയും വന്ന് യുദ്ധം വന്നിട്ട് അവിടെ രക്തം അവിടെ വരുന്നതിനെ കുറിച്ചാണ്. 200 മൈൽ അവിടെ നീളത്തില് അവിടെ രക്തം വരുന്നതിനെ കുറിച്ചാണ് അർമ്മഗദോൻ യുദ്ധമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ യുദ്ധം അവിശ്വാസികളും ദൈവദൂഷകന്മാരെ മനുഷ്യരുടെ മേൽ നടക്കുന്ന ദൈവ ന്യായവിധിയെ കുറിച്ചിരിക്കുന്നു. അവസാനത്തെ ന്യായവിധിയാണ് അർമ്മഗദോൻ യുദ്ധം. വലിയ അധർമ്മികളെ എല്ലാവരെയും നശിപ്പിച്ച് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. അതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ. ഈ 14-ാം അധ്യായം ഇതുകൊണ്ട് ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും 4 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യാനുണ്ടെങ്കിൽ, ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അതിനൊരു അവസരമുണ്ട്, ചോദിക്കാനുണ്ടെങ്കിൽ. വരുന്ന ആഴ്ച ദൈവം അനുവദിച്ചാൽ 15-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഏതെങ്കിലും സംശയങ്ങൾ ഇടയ്ക്കുണ്ടെങ്കിൽ ടെക്സ്റ്റ് എഴുതി ചോദിച്ചാലും മതി. ക്ഷണിക്കാൻ പറഞ്ഞ പോലെ ഈ ദൂഷണം പറച്ചിലും ഏഷണി ദുർവർത്തമാനം വ്യാജവർത്തമാനം ഇതെല്ലാം ഒരുപാട് ഇപ്പം വർദ്ധിച്ചിരിക്കും. അത് ദൈവമക്കളുടെ ഇടയിൽ. അപ്പം ദൈവമക്കളുടെ ഇടയിൽ അങ്ങനെ ഈ അന്ത്യകാലത്തെ ഈ ലക്ഷണങ്ങൾ ദൈവമക്കൾ കാണിക്കുന്നത് ശരിയാണ്. ബേബി പറഞ്ഞത് വളരെ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. ഈ ഒത്തിരി സാഹചര്യമാണ് സംസാരം ഞാൻ ഇങ്ങനെ ഇടപെടുന്നത് കൊണ്ട് ചിലപ്പോ ഹിന്ദുക്കളും മറ്റുള്ള ആൾക്കാരുമാണ് ഇവൻ നമ്മുടെ വിശ്വാസികളെക്കായാലും കരുണയും പിന്നെ നന്മയും ചെയ്യുന്നത് കാണുമ്പോൾ, നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നത് തന്നെ കാണുമ്പോൾ, അതാണ് പതിരും കതിരും നമ്മൾ തിരിക്കുമ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നത് കൊണ്ട്, ഞാൻ വിശ്വാസിയാണ് ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല. യഥാർത്ഥത്തിൽ അവിടെ ദൈവത്തിന്റെ ന്യായാസനത്തിൽ വരുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. വിശ്വാസികൾ നമ്മൾ ഭയഭക്തി, ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തോട് ഭയമില്ലാത്തത് കൊണ്ടാണ് ഈ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ വെരിഫൈ ചെയ്യാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് അത് 10 പേരോട് പറയുക, അല്ലെങ്കിൽ നമ്മൾ കള്ളം പറയുക,
പിന്നെ ധനപരമായ കാര്യത്തിൽ നമ്മൾ കൃത്രിമം കാണിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും പിന്നെ ധാർമ്മിക മൂല്യച്യുതി, ഇതെല്ലാം വരുമ്പോൾ ശരിയായ സംഗതി അല്ല. പക്ഷേ അതുകൊണ്ടാണ് താനോ രക്ഷിക്കപ്പെടും ഇതിൽ കൂടെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ദൈവസന്നിധിയിൽ 5 കിരീടം പറയുന്നുണ്ട്. അവിടെ ദൈവം അവിടെ ബീമാ സീറ്റിൽ അവിടെ വരുമ്പോൾ അവിടെ നമ്മള് ഒന്നും പ്രതിഫലമില്ലാത്തവരായിട്ട് രക്ഷിക്കപ്പെട്ട ആ നിലയിൽ നമ്മൾ രക്ഷപ്പെടുമെന്നുള്ളതല്ലാതെ നമുക്ക് വളരെ അവിടെ യാതൊരു പ്രതിഫലത്തിലും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ കാണുന്ന നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച്, വിശ്വാസികളുടെ പ്രവൃത്തിക്കനുസരിച്ച് നമ്മൾ ഭരണകർത്താക്കളാകുമെന്നാണ് പറയുന്നത്. നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നതാണ്. ഇവിടെ അത് വായിച്ചപ്പം പറഞ്ഞു, അവസാനത്തേക്ക് ഒരു വാക്യത്തിൽ അവിടെ വായിച്ചായിരുന്നു, ഇത് നമ്മുടെ ഇന്ന് മുതൽ കർത്താവ് മരിച്ചവർ ഭാഗ്യവന്മാർ. അവിടെ 14-ാം വാക്യമല്ലേ അത് വായിച്ചത്? ഓക്കെ, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃഗന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുകയാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? റിവാർഡ് അവസാനം വരുന്നതിന്റെ കാര്യം എന്നറിയാമോ? വെച്ചാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ബില്ലിഗ്രാമിന് ഇപ്പൊ റിവാർഡ് കിട്ടുകയില്ല. ബില്ലിഗ്രാമിന്റെ പ്രസംഗം മൂലം അതിനോട് ബന്ധപ്പെട്ട് 100,000 പേര് ഇനിയും ലക്ഷക്കണക്കിന് വിശ്വസിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അവസാന ന്യായവിധി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്തതിന്റെ ആ പ്രവർത്തനങ്ങള്, ആ ഗുണങ്ങള് അവിടെ പ്രതിഫലത്തിൽ, അത് ദോഷങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളും ഇത് ക്യുമുലേറ്റീവായിട്ട് കൂട്ടുപലിശയായിട്ടാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ ന്യായവിധി എല്ലാം അവസാനമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനും, ഗുണത്തിനും ദോഷത്തിനും, അതിന് തീർച്ചയായിട്ടും അവിടെ ദൈവസന്നിധിയിൽ അവിടെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നിസ്സാര വാക്കിന് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ, അതുകൊണ്ട് നമ്മൾ ഭയഭക്തിയോടുകൂടെ നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുള്ള ദൈവഭയമില്ലെന്നുള്ളതാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പം വിശ്വാസികളുടെ ഇടയിൽ അങ്ങ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുക. സഭകളുടെ പ്രശ്നങ്ങളെല്ലാം അതിൽ നിന്നാ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ആ സഭയിലെ പ്രശ്നങ്ങൾ, അത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ അത് അതുകൊണ്ട് പെണ്ണുങ്ങളെല്ലാം ഏഞ്ചൽസ് ആണെന്ന് ഞാൻ പറയല്ല. ഈ മനുഷ്യര് തകർന്ന പാപം വന്നപ്പോൾ ഈ പുരുഷന്മാർക്കാണ് ഈ സാത്താന്റെ ഏറ്റവും വലിയ അതിക്രമങ്ങളെല്ലാം പുരുഷന്മാരിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അപ്പൊ ഇന്ന് ലോകത്തിലെ ഈ സഭകൾ ഭിന്നിക്കുന്നതെല്ലാം പെണ്ണുങ്ങളൊന്നും അല്ല, സ്ത്രീകൾ മൂലമല്ല സഭകള്. ഈ ലോകയുദ്ധങ്ങളെല്ലാം ഉണ്ടാകുന്ന 1-ാം ലോകത്തെ 2-ാം ലോകത്തെ എല്ലാം സ്ത്രീകളല്ലല്ലോ തുടങ്ങിയിരുന്നത്, ആണുങ്ങളല്ലേ. അപ്പൊ ഞാൻ റിസർച്ച് ചെയ്തപ്പം എന്റെ മെന്ററായിരുന്ന പോൾ റോപ്പർ പറഞ്ഞു, സണ്ണിയുടെ ഇത് കണ്ടാൽ തോന്നും പെണ്ണുങ്ങളെല്ലാം ഏഞ്ചൽസ് ആണ്, ആണുങ്ങളാണ്. ഞാൻ പറഞ്ഞു അങ്ങനല്ല പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് വേറെ രീതിയിലുള്ള വിക്കറ്റ്നസ് ഉണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്ന് മുതൽ ന്യൂസ് ഒന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞു. 6 മണിക്ക് ഇവിടത്തെ ലോക്കൽ ന്യൂസിൽ പറയും ഇന്ന് ഒരു ദിവസം എത്ര റോബറി നടന്നു, എത്ര ബാങ്ക് കവർച്ച നടന്നു, ഇതെല്ലാം കണക്ക് പറയാം, അതിലെത്ര പെണ്ണുങ്ങളുണ്ട് എന്നോട് പറയാം. അങ്ങനെ 2 ആഴ്ചത്തേക്ക് ഒരു പേപ്പറിൽ എഴുതി വെച്ചേച്ച് എന്നോട് പറയാൻ പറഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോൾ പുള്ളി പറഞ്ഞ്, സണ്ണി പറഞ്ഞത് ശരിയാണ്, അവിടെ ബാങ്ക് റോബറിയും റേപ്പും മർഡറും എല്ലാം നടക്കുന്ന മുഴുവൻ ആണുങ്ങളാണ് നടത്തുന്നത്. പക്ഷെ അവരിലാണ് ആ വികാരം. അതുകൊണ്ടാണ് ദൈവം ഫാമിലിയെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യിക്കുന്ന, ആ പുരുഷന്റെ ആ മൃഗീയ വാസനയെ തടഞ്ഞു നീക്കാൻ സ്ത്രീകളെ അവിടെ കൊടുത്തിരിക്കുന്ന, കുടുംബം സ്ഥാപിച്ചിരിക്കുന്ന അതുകൊണ്ടാണ്. അപ്പം ഇപ്പം പറഞ്ഞതിന്റെ കണക്ഷനായിട്ട് പറഞ്ഞ സഭകളിൽ വരുന്നതും എല്ലാം പെണ്ണുങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഇതുണ്ട്. പിന്നെ അവരും വീട്ടിൽ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാം ഏഞ്ചൽസ് എന്നല്ല ഞാൻ പറയുന്നത്, ഇതിന് വ്യത്യാസം പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഭയഭക്തിയോടെ ദൈവഭയം ഇല്ലാതെ ജീവിച്ച പ്രശ്നമായിരിക്കും.